തൊണ്ടി മുതൽ അട്ടിമറിച്ച കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ മുൻ മന്ത്രിയും എംഎൽഎയുമായ ആന്റണി രാജുവിനെതിരെ കോടതി വളപ്പിൽ നടന്നത് വൻ പ്രതിഷേധം. ജാമ്യം ലഭിച്ച് കോടതിക്ക് പുറത്തേക്കിറങ്ങിയ ആന്റണി രാജുവിനെ വഴിതടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലാണ് കലാശിച്ചത്. പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് നീക്കാൻ പോലീസ് ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. 3 വർഷത്തെ തടവ് ശിക്ഷയാണ് രണ്ടാം പ്രതിയായ ആന്റണി രാജുവിന് കോടതി വിധിച്ചത്. ഇതോടെ ആന്റണി രാജുവിന് എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഒന്നാം പ്രതി ജോസിനും 3 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. അപ്പീൽ നൽകുന്നതിന് വേണ്ടി ആന്റണി രാജുവിന് ജാമ്യം അനുവദിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി റൂബി ഇസ്മായിലാണ് ശിക്ഷ വിധിച്ചത്. മേൽക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയില്ലെങ്കിൽ ആന്റണി രാജുവിനെ റിമാൻഡ് ചെയ്യും. നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഉടൻ പുറത്തിറക്കും. ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയ വെല്ലുവിളിയാണ് ഈ വിധി ഉയർത്തുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് അദ്ദേഹത്തിന് ഈ കനത്ത തിരിച്ചടി. ഇടതുമുന്നണിക്കും ഈ ശിക്ഷാവിധി വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ചെറിയ ഘടകകക്ഷിയുടെ പ്രതിനിധിയാണെങ്കിലും തെക്കൻ കേരളത്തിലെ മുന്നണിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായി ആന്റണി രാജുവിനെ കണക്കാക്കിയിരുന്നു. CPM-നെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളിൽ ചാനൽ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തിരുന്ന നേതാവാണ് അദ്ദേഹം. നിലവിൽ CPM-ന് പോലും ആന്റണി രാജുവിന് സഹായം നൽകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ലഹരി കേസിൽ വിദേശിയായ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടി മുതൽ അട്ടിമറിച്ച കേസിലാണ് നെടുമങ്ങാട് കോടതി ശിക്ഷ വിധിച്ചത്. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവും തെളിവ് നശിപ്പിച്ചതിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും കള്ളത്തെളിവ് ഉണ്ടാക്കിയതിന് 3 വർഷം തടവുമാണ് കോടതി ആന്റണി രാജുവിന് വിധിച്ച ശിക്ഷകൾ. കേസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുമെന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യം നെടുമങ്ങാട് കോടതി തള്ളുകയും ചെയ്തു. നീതിന്യായ ചരിത്രത്തിൽ അപൂർവമായ ഈ കേസിൽ ഒരു ജനപ്രതിനിധിയും മുൻ കോടതി ഉദ്യോഗസ്ഥനും ചേർന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച കുറ്റമാണ് തെളിയിക്കപ്പെട്ടത്. 1990 ഏപ്രിൽ 4-ന് അടിവസ്ത്രത്തിൽ ഹാഷിഷുമായി പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ സൽവാദോർ സാർലിയെ രക്ഷിക്കാനായിരുന്നു ഇത്. പൂന്തുറ SHO ആയിരുന്ന ജയമോഹൻ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സാർലിക്ക് 10 വർഷം തടവും പിഴയും ലഭിച്ചിരുന്നു. ഈ വിചാരണ നടക്കുന്ന സമയത്ത് പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടി ക്ലർക്കിനെ സ്വാധീനിച്ച് പ്രതിയുടെ അടിവസ്ത്രം കോടതിക്ക് പുറത്തു കൊണ്ടുപോയി ചെറുതാക്കി തിരികെ വെക്കുകയായിരുന്നു. പ്രതിയുടെ സ്വകാര്യ വസ്തുക്കൾ വിട്ടുകൊടുക്കാനുള്ള കോടതി ഉത്തരവിന്റെ മറവിലാണ് തൊണ്ടി കടത്തിക്കൊണ്ടുപോയി മാറ്റം വരുത്തിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.